അവളെ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രോമിന്റെ മകളായിട്ടാണ്. പേര് പറയാതെ മിദ്യാനിലെ ഒരു പുരോഹിതന്റെ 7 മക്കളിൽ ഒരാളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവളുടെ പേര് സിപ്പോറ എന്നാണ്. ചില പണ്ഡിതന്മാർ പറയുന്നതനുസരിച്ച് ഈ സിപ്പോറ മോശയുടെ ആദ്യ ഭാര്യ എന്നാണ്. ബൈബിളിലെ ഏറ്റവും നിഗൂഢമായ വിഷയങ്ങളിലൊന്നാണ് മോശയുടെ കുടുംബം എന്ന് പറയുന്നത്. മറ്റാരേക്കാളും ഇസ്രായേൽ ജനത്തിന്റെ മഹാനായ നേതാവിനെക്കുറിച്ച് ബൈബിൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മോശയുടെ കുടുംബത്തെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ നമുക്കറിയാവുന്ന ആ ചെറിയ കാര്യങ്ങൾ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢതയും ഒരുപാടുണ്ട്. മഹാനായ നേതാവിന്റെ ഭാര്യയായ സിപ്പോറയെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഈ ചാനൽ മെമ്പേഴ്സായിട്ട് ജോയിൻ ചെയ്തവർക്ക് നന്ദി. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അത് ഞങ്ങളെ സഹായിക്കും. ഇനി പുതിയതായി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ചാനലിന്റെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടു സൈഡിലുള്ള ജോയിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. സിപ്പോറ ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനെ തടസ്സപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യാൻ തന്നാൽ കഴിയുന്ന രീതിയിൽ അവൾ സഹായിക്കുകയും ചെയ്തു. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, മോശയ്ക്കും ഇത്രോവിനും തമ്മിൽ നല്ല ആത്മീയ ബന്ധം ഉണ്ടായിരുന്നു. ഈ ബന്ധമാണ് ആത്മാവിന്റെ അടുത്ത ഉയർച്ചയ്ക്ക് പോലും കാരണമായത്. സിപ്പോറയാണ് മോശയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അങ്ങനെയാണ് അവന് തന്റെ ദൗത്യം പോലും ചെയ്യാൻ കഴിഞ്ഞത്. വീണ്ടെടുപ്പിന് ആവശ്യമായിട്ട് ദൈവവും ഇസ്രായേലും തമ്മിൽ ഒരു ഉടമ്പടി ആവശ്യമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത് അവളാണ്. ദൈവത്തെ കണ്ടുമുട്ടാനും അവന്റെ ദൗത്യം നിറവേറ്റാനും ഭർത്താവുമായി വേർപിരിയേണ്ട ആവശ്യമുണ്ടാകുമെന്ന് മനസ്സിലാക്കി വില കൊടുക്കാൻ അവൾ തയ്യാറായി. അങ്ങനെ വേർപിരിയേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ലല്ലോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതിന് കുറെ കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു. എങ്കിലും അതിൽ ഒരു കാരണമെന്ന് പറയുന്നത്, തന്റെ മകൻ വേഗത്തിൽ സുഖപ്പെടാനാണ് സിപ്പോറ മോശയുടെ കൂടെ പോകാത്തത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ, മോശയുടെ ജീവന് പകരം തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ചിട്ടു. അത് കാരണമാണ് തന്റെ ഭാര്യയ്ക്ക് കൂടെ പോകാൻ കഴിയാത്തതെന്നാണ് പറയുന്നത്. ബൈബിൾ മോശയെക്കുറിച്ചും അവന്റെ ദൗത്യത്തെക്കുറിച്ചും മാത്രമല്ല പറയുന്നത്, ഈ രക്ഷയുടെ ദൗത്യത്തെ സഹായിച്ച ഒരുപാട് ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലാൻ നിയമിച്ച നഴ്സുമാർ, അവർ പക്ഷെ കൊന്നില്ല. പിന്നെ അവനെ രഹസ്യമായിട്ട് വളർത്തിയ അവന്റെ അമ്മ. ബൈബിൾ അവളുടെ പേര് പറഞ്ഞിട്ടില്ല എങ്കിലും ചരിത്രം പറയുന്നത് അവളുടെ പേര് ജെക്കബെത്ത് എന്നാണ്. പിന്നെ മിറിയാം, അവന്റെ സഹോദരി. ഫറവോൻ പറയുന്നത് കേൾക്കാതെ തന്റെ അരമനയിൽ കൊണ്ടുവന്ന് മോശ എന്ന് പേരിട്ട് അവനെ വളർത്തിയ ഫറവോന്റെ മകൾ. അങ്ങനെ ഒരുപാട് പേർ. ഇതിലൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇവിടെ മോശയെ സഹായിച്ച് അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും സ്ത്രീകളായിരുന്നു. ഈ പ്രധാനപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ത്രീയുണ്ട്. മോശയുടെ ഭാര്യയായ സിപ്പോറയാണത്. മോശയെ വിവാഹം കഴിക്കുന്ന സമയത്താണ് ആദ്യമായി സിപ്പോറ എന്ന പേര് ബൈബിൾ പറയുന്നത്. പുറപ്പാട് 2:21 മോശയെ ആ മനുഷ്യനോട് കൂടെ താമസിക്കാമെന്ന് സമ്മതിച്ചു. അദ്ദേഹം തന്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു. മോശ എന്തുകൊണ്ടാണ് മിദ്യാനിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത്? അത് വീണ്ടെടുപ്പ് ദൗത്യത്തെ എങ്ങനെയാണ് ബാധിച്ചത്? അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. സിപ്പോറയെ കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പദ്ധതിയിൽ കാലതാമസം ഉണ്ടായി എന്ന് പണ്ഡിതന്മാർ പറയുന്നു. സിപ്പോറയെ കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പദ്ധതിയിൽ കാലതാമസം ഉണ്ടായി. മിദ്യാനിയരുടെ മകളെ വിവാഹം കഴിച്ചതുകൊണ്ട് അവൻ 40 വർഷത്തോളം അവന്റെ അമ്മയപ്പന്റെ കൂടെ താമസിച്ച് ഈജിപ്തിൽ സഹോദരന്മാർ എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു എന്ന് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. പക്ഷേ ബൈബിൾ വാക്യങ്ങളിൽ ദൈവം ഈ വിവാഹത്തെ ഒരു പോരായ്മയായി കണ്ടില്ലെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ ഒരു കല്യാണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയാനുള്ള കാരണം എന്ന് പണ്ഡിതന്മാർ പറയുന്നത്, ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കാൻ ദൈവം മോശയെ തെരഞ്ഞെടുത്തു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ മിദ്യാനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന സമയത്ത് ശക്തമായ ഒരു സംഭവം ഉണ്ടായി. വഴിയിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് കർത്താവ് മോശയെ കണ്ടുമുട്ടി അവനെ കൊല്ലാൻ തീരുമാനിച്ചു. വചനം ഇങ്ങനെയാ പറയുന്നത്, വഴിമധ്യേയുള്ള ഒരു സത്രത്തിൽ വെച്ച് യഹോവ മോശയെ നേരിട്ടു, അദ്ദേഹത്തെ കൊല്ലുന്നതിന് ഭാവിച്ചു. എന്നാൽ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തന്റെ പുത്രന്റെ അഗ്രചർമ്മം ഛേദിച്ച് മോശയുടെ കാൽക്കലിട്ടു. നിശ്ചയമായും താങ്കൾ എനിക്കൊരു രക്തമണവാളൻ എന്നവൾ പറഞ്ഞു. അങ്ങനെ കർത്താവ് അവനെ വെറുതെ വിട്ടു. പുറപ്പാട് 4-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കൽപ്പന ദൈവം മോശയ്ക്ക് കൊടുത്തു. എന്നിരുന്നാലും മോശെ ഈജിപ്തിലേക്ക് പോകുന്ന സമയത്ത് ദൈവം അവനെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. പക്ഷേ സിപ്പോറ ഇടയ്ക്ക് കയറി മോശയെ രക്ഷിച്ച് ഇസ്രായേലിന്റെ മോചന പ്രക്രിയയെ സുഗമമാക്കി. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സ്ത്രീകളിൽ അവൾ ചെയ്ത കാര്യം അവൾക്കൊരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുത്തു. ബൈബിളിൽ അവൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ഏക സംഭവം ഇത് മാത്രമാണ്. എന്നിരുന്നാലും ഇതിനുശേഷം 2 തവണ കൂടി അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ, മോശ ഇസ്രായേൽ ജനത്തിന്റെ കൂടെ മരുഭൂമിയിൽ വന്ന സമയത്ത് അവന്റെ അമ്മായപ്പനായ യിത്രോ സിപ്പോറയെയും മോശയുടെ കുട്ടികളെയും കൂട്ടി അവന്റെ അടുത്തേക്ക് ചെന്ന സമയത്താണ്.
രണ്ടാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നത് മിരിയാമും അഹ്റോനും സിപ്പോറയെക്കുറിച്ച് മോശയോട് ചോദിക്കുന്ന സമയത്താണ്. മോശെ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതുകൊണ്ട് കൂശ്യ സ്ത്രീ നിമിത്തം മിരിയാമും അഹ്റോനും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. മോശയിൽ കൂടി മാത്രമേ യഹോവ സംസാരിച്ചിട്ടുള്ളോ? അവർ ചോദിച്ചു. അവിടുന്ന് ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലയോ? യഹോവ ഇത് കേട്ടു. സംഖ്യാപുസ്തകം 12 അധ്യായം 1-2 വാക്യങ്ങൾ. കൂശ്യ സ്ത്രീയുടെ ഒരു സംഭവം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. അവൾ സിപ്പോറ തന്നെയാണോ അതോ വേറെ ആളാണോ എന്നൊക്കെ പല കൺഫ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോശെ വേറെ കല്യാണം കഴിച്ചോ? അങ്ങനെയാണെങ്കിൽ രണ്ടാം ഭാര്യയെ എടുക്കേണ്ട കാര്യം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് അവളെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കൂശ്യ സ്ത്രീ ആരാണ് എന്നതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. അതും നെക്സ്റ്റ് വീഡിയോയിൽ തന്നെ ഇടണമെങ്കിൽ നെക്സ്റ്റ് എന്നും കൂടെ ടൈപ്പ് ചെയ്തിടുക. ഉടൻ തന്നെ ആ വീഡിയോ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് സിപ്പോറയുമായുള്ള മോശയുടെ കല്യാണ സമയത്തെക്കുറിച്ച് വിശദമായി നോക്കാം. മോശെ മിദ്യാനിൽ എത്തിയതിനെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്. ഫറവോൻ മോശയെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് കേട്ട ഉടനെ പുറപ്പാട് പുസ്തകം 2 അധ്യായം 15 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഫറവോൻ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ കൊല്ലുന്നതിന് അന്വേഷിച്ചു. എന്നാൽ മോശ ഫറവോന്റെ അടുക്കൽ നിന്ന് മിദ്യാനിൽ താമസിക്കാനായി ഓടിപ്പോയി. അവിടെ അദ്ദേഹം ഒരു കിണറ്റിനരികെയിരുന്നു. മോശയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഫറവോന്റെ അടുത്തു നിന്ന് മോശ ഓടിപ്പോയി. ഫറവോൻ കൊല്ലാനായിട്ട് അന്വേഷിച്ചതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവന്റെ സഹോദരന്മാരെ ഒരു ഈജിപ്ഷ്യനെ അടിക്കുന്ന സമയത്ത് അത് കണ്ട് ദേഷ്യം വന്ന് ആ ഈജിപ്ഷ്യനെ അടിച്ചു കൊന്നു. ഈ കാര്യം ഫറവോൻ അറിഞ്ഞു. അതുകൊണ്ടാണ് മോശയെ കൊല്ലാനായിട്ട് ഭാവിച്ചത്. മിദ്യാനിൽ ഒരു കിണറിന്റെ അടുത്ത് വന്ന സമയത്താണ് ഈ സിപ്പോറയുമായിട്ടുള്ള സംഭവങ്ങൾ തുടങ്ങുന്നത്. മിദ്യാനിലെ ഒരു പുരോഹിതന് 7 പുത്രിമാർ ഉണ്ടായിരുന്നു. അവർ തങ്ങളുടെ പിതാവിന്റെ ആട്ടിൻപറ്റത്തിന് കുടിക്കാനുള്ള വെള്ളം കോരി തൊട്ടികളിൽ നിറയ്ക്കാനായിട്ട് അവിടെ എത്തി. ചില ഇടയന്മാർ വന്ന് അവരെ ഓടിച്ചു കളഞ്ഞു. എന്നാൽ മോശെ എഴുന്നേറ്റ് അവരെ സഹായിച്ചു. അവരുടെ ആട്ടിൻപറ്റത്തിന് വെള്ളം കൊടുത്തു. പുറപ്പാട് 2 അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സിപ്പോറയെ ഇഷ്ടപ്പെട്ട് അവളുടെ പുറകെ പോയി ഇത്രോവിന്റെ വീട്ടിൽ കയറിയതല്ല. ആദ്യം ഇത്രോവാണ് മോശയെ വീട്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞത്. അതിനുശേഷമാണ് സിപ്പോറയായിട്ട് നല്ല പരിചയം ഉണ്ടാകുന്നത്. മോശെ ആ മനുഷ്യനോട് കൂടെ താമസിക്കാമെന്ന് സമ്മതിച്ചു. അദ്ദേഹം തന്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു. പുറപ്പാട് 2:21 വാക്യം. ഇസ്രായേലരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരാനുള്ള ദൗത്യം മോശയ്ക്ക് കിട്ടിയ ശേഷം അവൻ ഇത്രോവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി സിപ്പോറയെയും പുത്രന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. വഴിമധ്യേ ഒരു സത്രത്തിൽ വെച്ച് യഹോവ മോശയെ നേരിട്ടു. അദ്ദേഹത്തെ കൊല്ലുന്നതിന് ഭാവിച്ചു. എന്നാൽ സിപ്പോറ ഒരു കൽക്കത്തിയെടുത്ത് തന്റെ പുത്രന്റെ അഗ്രചർമ്മം ഛേദിച്ച് മോശയുടെ കാൽക്കലിട്ടു. നിശ്ചയമായും താങ്കൾ എനിക്കൊരു രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ യഹോവ അവനെ വിട്ടയച്ചു. പരിച്ഛേദനത്തെ പരാമർശിച്ചതുകൊണ്ടാണ് അപ്പോൾ അവൾ രക്തമണവാളൻ എന്ന് പറഞ്ഞത്. പുറപ്പാട് 4:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മോശയുടെ ജീവിതം അവസാനിപ്പിക്കാൻ ദൈവം ഉദ്ദേശിച്ചിരുന്നുവെന്ന് പല വ്യാഖ്യാതാക്കളും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ മോശെ ദൈവത്തിന്റെ ദൗത്യം ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെയിരിക്കെ ദൈവം ഈ കാര്യം ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഈ സംഭവം ഒരു പ്രത്യേക വാക്ക് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. കർത്താവ് മോശയെ കണ്ടു എന്ന്. ദൈവവുമായുള്ള മോശയുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഈ ഒരു വിവരണം അസാധാരണമാണ്. ബൈബിളിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ദൈവം ആരോടെങ്കിലും സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ദൂതനെ അയച്ചതിനെക്കുറിച്ചോ നമ്മൾ പൊതുവായി വായിക്കാറുണ്ട്. എന്നാൽ ദൈവവുമായുള്ള ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയും ഉയർന്ന നിലവാരത്തിലെത്താൻ ഉറപ്പായിട്ടും മോശെ അസാധാരണമായ രീതിയിൽ തയ്യാറാകണം. ദൈവവുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ചെറിയ തെറ്റുകൾ പോലും അസഹനീയമായി തീരും, ചിലപ്പോൾ മാരകമാവുകയും ചെയ്യും. ഈ ദിവ്യ കൂടിക്കാഴ്ചയിൽ മോശെ നിൽക്കുമ്പോൾ അതിലും വലിയ പൂർണ്ണതയിലായിരിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അത് സാധ്യമല്ല സത്യത്തിൽ, കാരണം അവന്റെ മകൻ പരിച്ഛേദന ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷേ സിപ്പോറ ഈ കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കി. ദൈവവുമായുള്ള ഈ അസാധാരണ കൂടിക്കാഴ്ചയുമായി പൊരുത്തപ്പെടാത്ത ചില കാര്യങ്ങൾ കാരണം മോശയുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അതിന്റെ പ്രശ്നം ശരിക്കും എവിടെയാണെന്ന് അവൾ അന്വേഷിച്ച സമയത്ത് അവരുടെ മകൻ പരിച്ഛേദന ചെയ്യപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രശ്നമെന്ന് അവൾ മനസ്സിലാക്കി. ആ തെറ്റ് അവൾ തിരുത്തി. ഈ കാര്യം മോശയെ രക്ഷിക്കുകയും അവന്റെ ദൗത്യം തുടരാൻ അവനെ സഹായിക്കുകയും ചെയ്തു. അന്യജാതിയിൽപ്പെട്ട ഒരാളാണ് ഈ സിപ്പോറ. എന്നിട്ടും ദൈവവും ഇസ്രായേലും തമ്മിലുള്ള അതുല്യമായ ബന്ധത്തെ ഈ സിപ്പോറ മനസ്സിലാക്കി. അവൾ തന്നെ തന്റെ മകന് പരിച്ഛേദന ചെയ്തു. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തെയും ദൈവവുമായുള്ള അവളുടെ സ്വന്തം ബന്ധത്തെയും ഇത് എടുത്തു കാണിക്കുന്നു. ബൈബിൾ അവളെക്കുറിച്ചുള്ള കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. 18 അധ്യായം വായിക്കുമ്പോഴാണ് അവൾ മോശയുടെ കൂടെ ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കുട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടാൻ മിദ്യാനിലേക്ക് തിരിച്ചു പോകുമെന്ന് പ്രതീക്ഷിച്ച് മോശെ തന്റെ ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അല്ലെങ്കിൽ മോശയുടെ സ്ഥാനം ഒരു അസാധാരണമായ സംഭവം ആയതുകൊണ്ട് തന്നെ അവന്റെ കൂടെ യാത്ര ചെയ്യുന്നത് അവന് പ്രശ്നമാകുമെന്ന് വിചാരിച്ച് അവൾ തീരുമാനമെടുത്ത് തിരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്തായിരുന്നാലും മോശ തന്റെ ദൗത്യം പിന്നെയും ആരംഭിച്ച സമയത്ത് തന്റെ കുടുംബം കൂടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിനുശേഷം മിരിയാം ഒരു പ്രവാചകനായി എന്ന് പറഞ്ഞതുകൊണ്ട് ഭാര്യയെ പിരിഞ്ഞിരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവനോട് കൂടെ വാദിച്ചു. മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് മോശയെ വ്യത്യസ്തനാക്കിയ അസാധാരണമായ പദവി മിരിയാം അപ്പോൾ മനസ്സിലാക്കിയില്ല. ഇത്രോയുടെ മകളായ സിപ്പോറ
മോശയുടെ അതുല്യമായ സ്ഥാനത്തെ മനസ്സിലാക്കി മാറി നിൽക്കാൻ തയ്യാറായിരുന്നു. അത് അവനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോയി. അവൻ ദൈവത്തിന്റെ ദൗത്യം തുടർന്നു. ശരി, ഇങ്ങനെ പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാമെന്നിരിക്കട്ടെ. എന്നാൽ അവസാന സമയത്ത് ഈ കൂഷ്യ സ്ത്രീയെ മോശ കല്യാണം കഴിച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം എല്ലാവർക്കും ഉണ്ടല്ലോ. അറിയാൻ ആഗ്രഹമുള്ളവർ യെസ് നെക്സ്റ്റ് എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ തന്നെ അതിനെക്കുറിച്ച് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.